ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ മധ്യനിര ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ സമ്മറിൽ തന്നെ അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ബലേബയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് ഫലം കാണാതെ പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായും 3 താരങ്ങളെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മധ്യനിരയിലേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിൽ ഒരാൾ ബ്രസീലിയൻ താരമായ എഡേഴ്സൺ ആണ്. നമുക്കറിയാം, അറ്റ്ലാന്റയ്ക്ക് വേണ്ടിയാണ് എഡേഴ്സൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 വർഷത്തെ കരാറിലാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുക. പക്ഷേ പ്രശ്നം എന്തെന്നാൽ അറ്റ്ലാന്റ ഇതുവരെ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. യുണൈറ്റഡ് നിലവിൽ അറ്റ്ലാന്റയുമായി തങ്ങളുടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി തീരുമാനമായാലാണ് എഡേഴ്സൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുക. കൂടാതെ മറ്റു 2 താരങ്ങളെ കൂടി ഇപ്പോൾ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരാൾ ചുവാമനിയാണ്. ചുവാമനിയിൽ വലിയ താല്പര്യം ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉണ്ട്. പക്ഷേ റയൽ അദ്ദേഹത്തെ വിട്ടു നൽകാൻ ഒരുക്കമല്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റയൽ മാഡ്രിഡ് വളരെയധികം മൂല്യം കൽപ്പിക്കുന്ന ഒരു താരമാണ് ചുവാമനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിട്ടു നൽകാൻ അവർ ഒരുക്കമല്ല എന്നുള്ളത് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഓപ്ഷൻ അത് മാത്യൂസ് ഫെർണാണ്ടസ് ആണ്. അതായത് വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന മധ്യനിര താരമാണ്. പോർച്ചുഗീസ് മധ്യനിര താരമാണ് മാത്യൂസ് ഫെർണാണ്ടസ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. വെസ്റ്റ് ഹാം ഇപ്പോൾ 2ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ മധ്യനിര താരത്തെ തങ്ങൾക്ക് ലഭിക്കും, ചെറിയ തുകക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. ഇങ്ങനെ 3 മധ്യനിര താരങ്ങൾക്ക് വേണ്ടിയാണ് നിലവിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എഡേഴ്സൺ യുണൈറ്റഡിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ചുവാമിനിയെ കിട്ടാൻ സാധ്യതയില്ല. മാത്യൂസ് ഫെർണാണ്ടസിനെ കൂടി യുണൈറ്റഡ് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.